ഒരു എന്റർടൈൻമെന്റ് ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. ഹായ് ഗായ്സ്, ഹോസ്പിറ്റലിൽ ചാവാൻ കിടക്കുന്ന എൻ്റെ അപ്പൂപ്പനെ കാണാൻ പോകുന്നതിന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാൽ ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? ഇന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഡേ ആണ്. എല്ലാരും തിരക്കായോണ്ട് ഞാനാണ് ഇന്ന് അച്ഛൻ്റെ കൂടെ ഇരുന്നത്. സങ്കടം കുറച്ചും കൂടി ഉള്ളിൽ നിന്ന് വരണം. നമ്മൾ പഠിച്ച ക്യാമ്പസ് അല്ല അളിയോ. വിശ്വസിച്ചൊന്ന് കുനിഞ്ഞു നിൽക്കാൻ പറ്റുകയില്ല. കുരിപ്പുകളുടെ കളി കണ്ടില്ലേ? അപ്പൂപ്പനെ ഇപ്പൊ ഒന്നും ഓർമ്മയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മെന്റലി ഫ്രൈഡ് എന്നുള്ള ടീഷർട്ട് ചൂസ് ചെയ്തത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മൈനർ സ്ട്രോക്ക് ആണ് വന്നത്. സോ 2 ദിവസം എടുത്തുള്ളൂ ഫുള്ളി റിക്കവർ ആവും. നീ വല്ലാണ്ട് അങ്ങോട്ട് വളർന്നു പോയടാ. ഞാനൊരു വിങ്ഡ് ഐലൈനർ ലുക്കാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ പെട്ടെന്ന് അല്ലെങ്കിൽ അപ്പൂപ്പൻ തട്ടിപ്പോന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിട്ടു. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്. അമ്മൂമ്മ മരിക്കാൻ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് ഇട്ട് കൊടുത്തിരുന്നു. പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. അമ്മൂമ്മ നന്നായി മുറുക്കാൻ ചവച്ചിരുന്നോണ്ട് ഒരു നാച്ചുറൽ റെഡ്നെസ് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ അസുഖം വന്ന് ചാവാറായപ്പോൾ ഡോക്ടർ മുറുക്കാൻ നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ലിപ്സ്റ്റിക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. രാത്രി അച്ഛന്റെ ഫുഡ് വന്നപ്പോൾ ഞാനും കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ച് കഴിച്ചു. അച്ഛന് ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചുകൂടാ, കാരണം ഡയബറ്റീസ് ഉണ്ട്. കാരണം പോകുന്ന മുന്നേ ഇതായിരുന്നു എന്റെ കോലം. ഇന്നിനി മിണ്ടരുത്, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഹെയർ ഞാനൊരു സ്ലിക്ക് ബാക്ക് ലുക്കാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അപ്പൂപ്പൻ തട്ടിപ്പോയി കഴിഞ്ഞാൽ സ്റ്റാർ ആവുമല്ലോ. അതുകൊണ്ട് ഞാനൊരു സ്റ്റാർ വെക്കാന്ന് ഞാൻ. ഇങ്ങനെ കഥ പറഞ്ഞ് ഇഞ്ചഞ്ചായി കൊല്ലുന്നതിന് പകരം നീ എന്നെ ഒറ്റയടിക്കങ്ങ് കൊല്ലടാ. അമ്മമ്മയുടെ ഓർമ്മയ്ക്കായി ഒരു സ്റ്റാറും കൂടെ ഞാൻ വെച്ചു. ബാക്കി ആവശ്യമുള്ള മേക്കപ്പ് സാധനങ്ങൾ ഞാൻ എന്റെ ഈ ബാഗിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പൂപ്പന്റെ ഷർട്ട് ഷെഡി കേട്ട് മറ്റൊരു ബാഗ്. അപ്പൊ അടുത്ത അപ്പൂപ്പന്റെ 16-ന് കാണാം. ബൈ ഗായ്. അന്തസ് വേണോടാ, അന്തസ്. ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ വിളിച്ചുണർത്തി ശല്യപ്പെടുത്തുന്നത് ശരിയാണോടാ? അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്? പുല്ലുവില. വിജയ, വെറുതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ. ആളുകൾ എന്തിനാ ചിരിക്കുന്നത്? പിന്നെ ചിരിക്കാതെ